അല്ല, ഈ 325 നൈശ്ചര്യയിൽ നിന്നാണ് ട്രിനിറ്റി എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ട്രിനിറ്റി എന്നുള്ള ആശയം ഉണ്ടായിരുന്നോ നൂറിന്റെ അഭിപ്രായത്തിൽ? അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഉണ്ടായി കാണും. അങ്ങനെ ചില ഒരു പിന്നെ ട്രിനിറ്റി രീതിയിലുള്ള ആശയങ്ങൾ മുമ്പ് ഉണ്ടായി കാണും. പിന്നീട് അത് പിന്നെ 325 എത്തുമ്പോഴാണ് പുരോഹിതന്മാരെല്ലാം കൂടി അങ്ങനെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. എന്റെ ചോദ്യത്തിന് ഒരു ക്ലിയർ കട്ട് ഉത്തരവും നിങ്ങൾ പറയുന്നില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ ഉണ്ടാവാം എന്നുള്ളതാണെങ്കിൽ ഒരു പ്രസന്റേഷന്റെ ഭാഗമായിട്ട് വെക്കാവോ? എന്നാ പ്രസന്റേഷൻ ഉണ്ടാവാന്നുള്ളതല്ലേ? രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ നിങ്ങൾ സെബാസ്റ്റി ഒരു കാര്യം ഒരു സഹകരിച്ച് നമ്മൾ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ വരുമ്പം നമ്മളിപ്പോ സെബാസ്റ്റി മനസ്സിലാക്കേണ്ടത് അല്ലല്ല, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയട്ടെ, ഒരു ഡെലിഗേറ്റിനെ നമ്മൾ കാര്യം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ചോദിച്ചതിന് ഉത്തരം അദ്ദേഹത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. അദ്ദേഹം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. ഞാൻ എന്റെ ചോദ്യം അദ്ദേഹം വന്നൊരു തത്വത്തെ അവതരിപ്പിച്ചു, നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യം. അതാണ് ചോദിക്കുന്നത്, ഇദ്ദേഹം എന്താണ് അവതരിപ്പിച്ചതെന്ന് ആദ്യം ഒന്ന് ചോദിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനികളിൽ നിന്ന് കേട്ടറിഞ്ഞതും അദ്ദേഹം പുസ്തകം ഒന്നാ ഉണ്ടായെന്നതിന്റെ ആവിർഭാവമാണ് പറഞ്ഞത്, അല്ല കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മതത്തോട് അദ്ദേഹത്തിന്റെ മതമായിട്ട് ഇവിടെ തട്ടിക്കുട്ടിക്കൊന്നും കുഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മതം അല്ലെന്ന് ഇയാളൊന്നും മിണ്ടാതെ ഇയാൾക്ക് ഈ ഡെലിഗേറ്റ് ഇവിടെ വന്നിട്ട് എന്താണ് പ്രസന്റ് ചെയ്തതെന്ന് ചോദിക്കുക, ഇദ്ദേഹത്തിന് എന്ത് ആശയമാണ് മുന്നോട്ട് വെക്കാനുള്ളതെന്ന് ചോദിക്കുക. തർക്കം പരിഹരിക്കാം. അത് അതായത് നിങ്ങൾക്ക് ഒരു വിവരമില്ലാത്ത കളി കളിക്കുക. ഇല്ല, പിന്നെ വിവരമില്ല. കളിക്കണ്ട ആരവൻ അങ്ങനെ കളിക്കണ്ട. മാറ്റി ഇത്രയും പേര് മോഡന്മാരെല്ലാം വിവരമില്ലാത്തവരാണ്. മനസ്സിലാക്കിയ പറഞ്ഞു വാക്ക് പറഞ്ഞത് അത് സവാരേഖനെ മാറ്റി ഞാൻ സൊല്യൂഷൻ പറയാം. സെബാസ്റ്റി ഒരാൾ മോടിയിട്ടെ, സെബാസ്റ്റി ആശാനെ, സെബാസ്റ്റി മോടിയിട്ട് ഞാൻ ഇതിനൊരു സൊല്യൂഷൻ പറയാം. ഓക്കെ, ആദമിന് ആളുടെ പ്രസന്റേഷൻ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു പരിഹാരം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ആദമിന് 5 സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് നൂറിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ പറ്റും. പ്രസന്റേഷൻ വേണ്ട. ഓക്കെ, പ്രസന്റേഷൻ നിങ്ങൾ മറന്നേക്കും. ഈ ത്രീത്വവുമായി ബന്ധപ്പെട്ട് പുള്ളിക്ക് പ്രസന്റേഷൻ ഉണ്ട് എന്ന് തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 5 സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ആൾക്ക് ത്രീത്വം അറിയില്ല. അല്ല, പ്രൂവ് ചെയ്യാനല്ല, എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ. ഈ നൂറുൽ ആദം ചോദിച്ചു. 5 ചോദ്യം വന്നിട്ടുണ്ട്. എന്റെ അന്നമ്മ നിങ്ങൾ മോഡറേറ്റർമാരല്ലേ, ഞങ്ങൾ സാധാ സ്പീക്കേഴ്സ് ചോദിക്കട്ടെ. ഓക്കെ, നൂറുൽ ബായി ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ തൃത്വത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ തൃത്വം എന്താണെന്നാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. ഓക്കെ, അതായത് അത് ക്ലിയർ അല്ല. അതായത് നിങ്ങൾ ഒരു തൃത്വം മുന്നോട്ട് വെക്കുകയാണോ? നിങ്ങൾ മനസ്സിലാക്കുന്ന അതായത് ഒരു തൃത്വവിശ്വാസം ഇതാണ്, അതായത് തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസമാണോ നിങ്ങൾ മുന്നോട്ട് പ്രസന്റ് ചെയ്തത്? ഇപ്പം എന്താണ് സംഭവിച്ചത്? ഇപ്പം അല്ല, ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്നുള്ളതിനകത്ത് ഞാൻ അംഗീകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അംഗീകരിക്കാച്ചാല വിശ്വസിക്കുക എന്നാണോ? ഇല്ല, നമ്മളൊരു ഒരു ജനങ്ങൾ, ഒരു വിഭാഗം ജനങ്ങള് തൃത്വം വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്താണ് അവരുടെ വിശ്വാസം, അതിന്റെ മെറിറ്റ് എന്താണ്, ഡിമെറിറ്റ് എന്താണ്, അത് മനസ്സിലാക്കി അത് അവതരിപ്പിച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ വിശ്വാസം തമ്മിൽ ബന്ധമല്ല.
പിന്നെ ഈ ത്രിത്വത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും നിങ്ങൾ പ്രസന്റ് ചെയ്തോ? സെക്കൻഡ് ചോദ്യമാണ്. ഉം. സെക്കൻഡ് അല്ല അന്നമ്മേ മൂന്നാമത്തെ ചോദ്യം. കള്ളത്തരം കാണിക്കാതെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ 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 മൂന്ന് ത്രിത്വത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അതായത് ആ വിശ്വാസത്തിലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ ഇപ്പൊ പ്രസന്റ് ചെയ്തോ? അതെ അതെ, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൃത്വത്തിലെ ചില പോരായ്മകളാണ് എനിക്ക് തോന്നിയത്, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മെറിറ്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ല, എനിക്ക് മെറിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. മെറിറ്റ് എനിക്ക് അതിലെ കുറച്ച് അതിലെ ന്യൂമറിക്കൽ യുക്തിപരമായ ചില ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ വിശ്വാസത്തിന് മെറിറ്റ് നിങ്ങൾ പറയുന്ന വാക്കിനോടല്ല നിങ്ങൾ നീതി പുലർത്തുന്നത്. അതായത് നിങ്ങൾ ഒരു വാഗുകൊണ്ട് മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാനാണ് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ മെറിറ്റ്സ് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രമിച്ചത് എന്താണ്? തൃത്വം എന്ന് പറയുന്ന അടിസ്ഥാനരഹിതം എന്ന് പറയാനാണോ നിങ്ങൾ പിന്നെ ബൈബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശ്രമിച്ചത്? ഒരു അഡ്മിൻ എന്ന നിലയിൽ ഇടപെടുകയാണ്. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അതല്ലേ ലാസ്റ്റ് ചോദ്യം കഴിഞ്ഞു. ഒരു മിനിറ്റ്, അല്ല മോഡറേറ്റർ എന്ന നിലയ്ക്ക് ആജം പറയട്ടെ, എന്താണ് 100 റിപ്പോർട്ട് പ്രസന്റ് ചെയ്തെന്ന് പറ. അതെ, അദ്ദേഹം പറഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇദ്ദേഹം പറയണോ? പറ, നിങ്ങൾ എന്നാ ഇതിനകത്ത് കയറി ഇടപെടുന്ന ഇദ്ദേഹം പറയുന്നാല്. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ട പോലെ തന്നെ താങ്കളും കേട്ടു. ഇദ്ദേഹം പറ, എനിക്കത് മനസ്സിലായില്ല. ഇദ്ദേഹം ഇവിടെ ഇരുന്ന ആളുകൾക്ക് മനസ്സിലായി താൻ പറഞ്ഞു. അതെ, ലാസ്റ്റ് ചോദ്യമായിട്ട് അത് സെബാസ്റ്റ്യൻ ലാസ്റ്റ് ചോദ്യമായിട്ട് പരിഗണിച്ചു. ഞാൻ ചോദിച്ചോളാം, എന്നാ പിന്നെ ഇടയ്ക്ക് കയറണം. എനിക്ക് മനസ്സിലായില്ല, എന്ത് വിവരക്കേടും വിളമ്പാനുള്ള തെളിവാണോ ഇത്? അച്ഛനൊക്കെ ഇത് എന്ത് വിവരക്കേട് വേണമെങ്കിലും വന്ന് വിളമ്പാനുള്ള തെളിവാണോ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എന്റെ പൊന്നിക്കാക്ക, ഞാനൊരു കാര്യം പറയാം. ഇവിടെ അദ്ദേഹം ഒരു സ്ലോട്ട് ചോദിച്ചു, അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹത്തിന് വിവരക്കേടോ അളക്കാനുള്ള വേദിയല്ല ഇത്. ഒരാളെ വ്യക്തിയായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഡിമെറിറ്റ്സ് മാത്രമേ ഉള്ളൂ, മെറിറ്റ്സ് ഒന്നുമില്ല ന്യൂറൽ പ്രൊസഷൻ. അതാണ് സെബാസ്റ്റ്യൻ മോഡി. കയറുന്നുണ്ട്. ആദ്യം എടുക്കുക. ആദ്യം ഞാൻ ശ്രമിക്കാം. ഓക്കെയാണ്. മറ്റുള്ളവർ അത്ര പ്രശ്നം ഞാൻ സെബാസ്റ്റ്യോട് ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം ട്രിനിറ്റി പ്രസന്റ് ചെയ്യാനായിട്ട്, ഇത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇതത്ര ഈസി ജോബൊന്നുമല്ല. ഇപ്പൊ എനിക്കിവിടെ ട്രിനിറ്റി പ്രസന്റ് ചെയ്യണം. ഞാൻ ട്രിനിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബൈബിൾ എടുക്കും, എന്റെ വിശ്വാസ സംഹിതകളുടെ ഭാഗമായുള്ള രേഖകളും എടുത്ത് ഇതാണ് ട്രിനിറ്റി എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യും. ഇദ്ദേഹം ശരിക്കും ട്രിനിറ്റിക്ക് എതിരെ പ്രസന്റ് ചെയ്തോ? അതിന് ഇദ്ദേഹം ബൈബിള് കാര്യങ്ങള് സഭാരേഖകൾ എടുത്ത് ഇദ്ദേഹം പ്രസന്റ് ചെയ്യും. അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇദ്ദേഹം വളരെ വേഗമായിട്ട് ഞാൻ മെറിറ്റും ഡിമെറിറ്റും ആണെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചപ്പോൾ മെറിറ്റ് ഇല്ല, ഡിമെറിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഡിമെറിറ്റ്സ് പറയാൻ അല്ല, നമുക്കൊരു തർക്കമില്ലാത്ത പോവുക. സെബാസ്റ്റ്യൻ ചോദിച്ചാലും ഇതിപ്പോ ലഹളയുടെ മക്കൾ വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് അച്ഛനക്ക. പ്രശ്നമായത് ഇയാളൊന്നും മിണ്ടാതിരിക്കണോ? ഇത് വിവരമുള്ള ഒരു മിനിറ്റ് ഉത്തരം പറയാനായിട്ട് ഞാനൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു ലഹള ആവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ അതിന്റെ ആധികാരിക അല്ലാതെ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വരുമ്പോൾ നിങ്ങളൊക്കെ നേറ്റെടുത്തോളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മിനിറ്റ് അവതരിപ്പിക്കാൻ നിങ്ങൾ എങ്ങനെയും റൂം ഓടിക്കുന്നതാണ് ഞാനൊന്ന് പറയുന്ന മുഴുവൻ കേട്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ ഇയാൾക്ക് ഭ്രാന്താണ്. ഇയാൾ എന്ത് കേട്ടിട്ട് ഉത്തരം പറയട്ടെ. 100 രൂപ ഉത്തരം പറയട്ടെ. ഇക്കാക്ക മ്യൂട്ട് ചെയ്തോ പ്ലീസ്. നമുക്ക് 100 രൂപയുടെ കൺക്ലൂഷൻ അല്ല,
മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാനുള്ള അജ അവസരം കൂടി അജ ഉണ്ട്. എനിക്ക് അജ ചോദ്യം അജ ഒരു എനിക്ക് പണി ചോദ്യം ഇതിനകത്ത് ഇത് ഒരു അല്ല സെക്കൻഡ് ആദം പറഞ്ഞ ലാസ്റ്റ് ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം അല്ല, പറയട്ടെ. ആരാണ് ഇപ്പൊ താഴെ ഇട്ടത്? ഞാനാ വാങ്ങിട്ടത്. എന്തിനാ താഴെ ഇട്ടത്? പ്രാന്താന്ന് പറയേണ്ട കാര്യം എന്തോ? തന്റെ ഈഗോ നീ ഹേർട്ടാണോ? നീയാണ് എന്നെ അവിടെ പറഞ്ഞ് ചികിത്സിക്കുന്നത്. എടാ, നിന്റെ ഈഗോ ഹേർട്ടാടാ ആശാനെ. അല്ല വേണ്ട അങ്ങനെ അത് സാർ അങ്ങനെ പോലെ പ്ലീസ്. ചുമ്മാ കലക്കമുണ്ടാക്കി വന്നേക്കവൻ. ഒരു അങ്ങനെ മിനിറ്റ് പോലെ അങ്ങനെ പോലെ നിങ്ങൾ ഒരു പണി ആടെ എന്നെ അങ്ങനെ പോലെ ഏൽപ്പിച്ചാല് ആ അല്ല, പണി എന്റെ കൈ എനിക്ക് തരിക. വാണിംഗ് ഇതിനിടെ തരാത്തതിന് കൂടെ ഞാനൊരു കയറി കാര്യം പറയാം. ഒരു സെക്കൻഡ് അത് സാറിന് മുട്ടി ഞാൻ മാനേജ് അദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യവും അവസാനിച്ചിട്ടുണ്ട്. അല്ല, ലാസ്റ്റ് ആശാനെ ചോദ്യം താഴെ ഇട്. എനിക്ക് വാണിംഗ് തരാതെ. നീ കലക്കാൻ തന്നെ വന്നത്. എടാ, ഇല്ല ആശാനെ താഴെ ഇട് മര്യാദയ്ക്ക്. ആദ്യം ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. നൂറിന്റെ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കേണ്ട, അദ്ദേഹമാണ് അവതരിപ്പിക്കേണ്ടത്, അല്ല ആദമല്ല. ആദം എന്റെ ഇക്കാര്യത്തെ നിർബന്ധിക്കാൻ പറ്റുമോ? ഇന്നത് പറയണം, ഇന്നത് പറയണം. നൂറിന്റെ കാര്യം അദ്ദേഹം പറയണ്ടേ? ഞാൻ ഈ റൂം എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ മര്യാദക്കരുത്. ഞാൻ പുറത്താക്കി കളഞ്ഞ അവന് താഴെ കിട്ടേക്കുക. കൂളായിട്ട് വന്നാൽ മതി. അദ്ദേഹം 5 ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന് അത് ഉത്തരം പറഞ്ഞു. ഇക്കാക്ക അവതരിപ്പിച്ചല്ലോ ഇവിടെ. ഇക്കാക്ക ഇപ്പൊ ഡൗൺലോഡ് കളിക്കുന്ന കാര്യം എന്തോ? ഇവിടെ നൂറ് സാഹിബ് എന്നോ ഇവിടുത്തെ ജോജി എന്നോ മണ്ണൂരെന്നോ അതൊന്നും ഇവിടെ ആർക്കും ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് കേൾക്കെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ പോവുക. അത്രേ ഉള്ളൂ. ഞാൻ ഒരു പുസ്തകം ആക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ആർക്ക് വേണമെങ്കിലും ഇവിടെ അവതരിപ്പിക്കാനുള്ള അത് ശരിയോ തെറ്റോ അത് ജനം തീരുമാനിക്കട്ടെ. താഴെ ഒത്തിരി സ്പീക്കേഴ്സ് ഉണ്ട്. ആരുമല്ല തീരുമാനിക്കുന്നത്, ജനമുണ്ട്. ആദ്യം കൊണ്ട് ചാടിക്കറി വന്നത് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരാ? നൂൽ സാഹിബ് ഇവിടെ വന്നിരുന്ന് അദ്ദേഹം മോഡായിട്ട് ഇരുന്നത് പോലും അദ്ദേഹത്തെ മോഡ്ഷിപ്പ് മാറ്റിയിട്ടാണ് ഞാൻ അദ്ദേഹം എന്നോട് ടൈംസോട്ട് ചോദിച്ചു. അദ്ദേഹം അറിയാവുന്ന രീതിയിൽ അദ്ദേഹം ഒരു മതവിമർശനം നടത്തിയില്ല. അദ്ദേഹം കേട്ടറിവിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ക്രിസ്ത്യാനിറ്റി മോശമാണെന്നോ മുസ്ലിം മതം ശ്രേഷ്ഠമാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ വന്ന് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ആരെ വിമർശിച്ചു? അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചില്ല, മുസ്ലിമിനെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം കേട്ടറിവനുസരിച്ച് എന്നാണ് ട്രിനിറ്റി എന്ന് പറഞ്ഞ് അത് ഇന്നാണ് പഠിപ്പിച്ചെന്ന് അദ്ദേഹത്തിന് ഇതൊന്ന് കേട്ടു നോക്ക്. ആകെ 5-8 മിനിറ്റ് അദ്ദേഹം എടുത്തുള്ളൂ. ഇത്രയും ഇവിടെ കൊണ്ട് മകൾ ഉണ്ടാക്കിയിട്ട് കാര്യം എന്തോ? ചോദ്യം ചോദിക്കാറായോ അതോ മോഡ് മാത്രമാണോ? ലാസ്റ്റ് ചോദ്യം അദ്ദേഹത്തിന്റെ ആൻസർ പറഞ്ഞോട്ടെ. ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ കൈ കൊടുക്കുക. അയാൾ അത് പരിഹരിക്കാൻ ഇടയിൽ കൂടെ കയറി എല്ലാവരോടും ഇതിന് കുളം കലക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ അവലോകനം നടത്തണോ, ചോദ്യം ചോദിക്കണോ, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. പുറത്തുനിന്ന് വരുന്നവർ അതിനകത്ത് കമന്റ് പറയണ്ട. അത് ഒരു സൊല്യൂഷൻ എത്താനാണ് അങ്ങനെ ഒരു ഡീവിയേഷൻ അവിടെ എടുക്കുന്നത്. അത് മോഡ്സിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, അത് എല്ലാം നശിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എനിവേ, അടുത്ത ചോദ്യം ചോദിക്കാൻ ആരാണ്? മൈക്കുന്നുണ്ടെങ്കിൽ ഞാനാണ്. ഓക്കെ, സാഹിബ് നമ്മുടെ അല്ല, ആദ്യത്തിന് ലാസ്റ്റ് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം കൊടുത്തായിരുന്നോ സെബാസ്റ്റ്യൻ? അദ്ദേഹം അല്ല, അദ്ദേഹം ഇവിടുത്തെ കുറെ ആളുകളെ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ റൂം ഇടണം. അതിന്റെ നമ്പർ കൊണ്ട് വന്നതാ. അന്നമ്മ ചോദിക്കും. അല്ല, അങ്ങനെയുള്ളവരൊന്നും ഇവിടെ അനുവദിക്കത്തില്ല. ഇവിടെ സ്വതന്ത്രമായി ഓടുന്ന റൂമാണ്. ഇവിടെ എക്കോ ചേംബർ അല്ല. ഇവിടെ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. അത്ര എനിക്ക് പറയാം. ആസാം ബ്രദറെ, അജം ബ്രദറെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും പറയാനുള്ളത്, കുഞ്ഞാടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളുക. ഇത്ര ഞാൻ പറയുന്നു. എനിക്കൊരു സജഷൻ പറയാനുള്ളത് ലാസ്റ്റ് ആദ്യം ചോദിച്ച ചോദ്യത്തിന് അതിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ആളെ വിളിച്ചാൽ മതിയോ സെബാസ്റ്റ്യൻ? അല്ലല്ല, ആദ്യം ഇവിടെ ഇല്ല. അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. പോയില്ലോ. അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എടുക്കണ്ട. അതുപോലെ തന്നെ അജൻ, എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, എനിക്കൊരു സ്ലോട്ടും കൂടെ അനുവദിക്കണം. ഓക്കെ, ചോദ്യം ചോദിക്കട്ടെ. നൂറുൽ സാഹിബ്, താങ്കൾ ഈ ഒരു 7-8 മിനിറ്റിൽ പ്രസന്റ് ചെയ്തതിനകത്താണ് ചോദിക്കുന്നത്. അതിൽ താങ്കളുടെ റെഫറൻസ് ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന കാര്യം, ഇത്രയും ടൈം എടുത്ത് മോഡ്ഷിപ്പ് മാറ്റി ഒന്ന് സംസാരിച്ചു. പക്ഷെ ഇക്കാക്ക എന്ന് പറഞ്ഞ ഒരാൾ പ്രസന്റ് ചെയ്തതിന്റെ റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ താങ്കൾ കാണാതെ താങ്കൾ തന്നെ അക്നോളജ് ചെയ്തു ക്രിസ്ത്യാനികൾ എന്ന വാക്കിൽ നിന്ന് കേട്ടിട്ടാണ് പ്രബന്ധം അവതരിപ്പിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, ഈ 5 ദിവസത്തെ ട്രിനിറ്റി ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഇത്രയും കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയിരിക്കുമ്പോൾ താങ്കൾ മെറിറ്റ്സ് ഇല്ലാതെ ഡിമെറിറ്റ്സ് മാത്രം പ്രസന്റ് ചെയ്തിട്ട് ഇതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പ്രസന്റ് ചെയ്തതിന്റെ ഒതന്റിസിറ്റി എന്താണ്? ചോദ്യം വ്യക്തമാണോ?
താങ്കളുടെ റെഫറൻസസ് ക്രിസ്ത്യൻ ഓറൽ എന്നാണ് അവർ പറഞ്ഞതാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ 100 കോൺട്രഡിക്ഷൻ നിൽക്കുമ്പോൾ ഒരു എക്സ്ട്രാ ക്രിസ്ത്യൻ ലൈക് ക്രിസ്ത്യൻ അല്ലാത്ത താങ്കൾ ഇത് പ്രസന്റ് ചെയ്യാനുള്ള താങ്കളുടെ ചേതോ വികാരം എന്താണ്? ഇത് മനസ്സിലാക്കാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആശയം മനസ്സിലാക്കണമല്ലോ, ഇതിന്റെ ഒതന്റിസിറ്റി എന്താണ്? താങ്ക് യു. ഓക്കെ, താങ്ക് യു. അതായത് ഒത്തിരി പേര് പല രീതിയിൽ തൃത്വം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കാൻ നമുക്ക് എന്തായാലും നിർവാഹം ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ചില സത്യങ്ങൾ കാണും. ചില അഭിപ്രായങ്ങൾ, ഇന്ന അഭിപ്രായങ്ങൾ ശരിയാണ്, ഇന്ന വസ്തുതകൾ ശരിയാണ്. ആ വസ്തുതകൾ നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നു, ശരിയാണെന്ന് വിശ്വസിക്കുന്നു. തൃത്വത്തിന്റെ പേരിൽ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ എല്ലാ അഭിപ്രായങ്ങളും പോയി നമ്മൾ അതങ്ങോട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ട് അതിൽ നിന്നൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുമ്പോൾ ഇതായിരിക്കണം ഇത് വന്ന വഴി എന്ന് മനസ്സിലാക്കി അത് നമ്മൾ അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പം രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ താങ്കൾ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ ഇത് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇക്കാക്ക പ്രസന്റ് ചെയ്തു. ഹി ഈസ് നോട്ട് എ ക്രിസ്ത്യൻ, ബട്ട് ഒരു 1.5 മണിക്കൂർ ക്വസ്റ്റ്യൻ ആൻസർ. ഹി ഈസ് ഓൺലി വൺ പേഴ്സൺ വാസ് വെരി ഡയർ ഇനഫ് ടു ഗിവ് ദ ആൻസേഴ്സ്. അപ്പൊ താങ്കൾ അഭിപ്രായം പറയും. എന്റെ ചോദ്യം ഇതാണ്, ഒരു മതവിശ്വാസത്തിന്റെ ദൈവിക സങ്കല്പത്തിൽ അഭിപ്രായം പറയാൻ വരരുത്, വന്നാൽ ഇങ്ങനെ ഇരിക്കും. അതിന്റെ കാര്യം ഒതന്റിസിറ്റി. അത് കമന്റ് ആണ്, നിങ്ങൾ ചോദ്യം. അപ്പൊ ചോദ്യം ഇതാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് ഒരു വിശ്വാസത്തെ നിങ്ങൾ എങ്ങനെ സാധൂകരിക്കും? ചോദ്യം ഇതാണ്, നിങ്ങളുടെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഞാൻ പറയാം, കാശ്മീരി മുളക് പൊടി, ചുവന്ന മുളക് പൊടി, നിങ്ങൾ പറയും ഇത് രണ്ടുമില്ല, മഞ്ഞപ്പൊടി എന്ന് എതിർത്ത് കാണിച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തെ ഒരു വിശ്വാസം എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം അത് സാധൂകരിച്ചെടുക്കും? എനിക്ക് മനസ്സിലായില്ല, വ്യക്തമായില്ല. താങ്കൾ ആദ്യ ചോദ്യം പറഞ്ഞു പല വിശ്വാസങ്ങൾ കേട്ടിട്ട് എന്റെ അഭിപ്രായം ഉയർത്തിരിഞ്ഞ് വന്നിട്ടാണ് നിങ്ങൾ പ്രസന്റ് ചെയ്തതെന്ന്. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയുന്നതല്ല. ഓക്കെ, അഭിപ്രായം പറഞ്ഞു. അപ്പൊ അഭിപ്രായം അല്ലല്ല, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം പറയുന്നത് തന്നെയാണ്. അദ്ദേഹം ഈ കോൺക്ലേവില് അല്ലെങ്കിൽ ഉച്ചകോടിയിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആ അഭിപ്രായം നിങ്ങൾ റെഫറൻസസ് ഇല്ലാതെ പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. ഇതിനെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ട്രിനിറ്റിയിൽ അത് ഇല്ല എന്ന് സാധൂകരിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം സാധിച്ചു? അഭിപ്രായം കൊണ്ട് എത്രത്തോളം സാധിച്ചു? അതെ, എനിക്ക് മനസ്സിലായി, കേട്ടു. പുള്ളിക്ക് ആൻസർ ചെയ്യാനുള്ള സമയമാണ്. ചോദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ നന്നായിരുന്നു. മറ്റാരും മൈക്കെടുക്കല്ലേ, സെബാസ്റ്റി പറയട്ടെ. ഒരു വിശ്വാസത്തിനെ കുറിച്ച് അല്ല, പൗലിച്ചേട്ടാ മോഡ് ചെയ്യാണ്. സെബാസ്റ്റിക്കാണ് മൈക്ക്, സെബാസ്റ്റിക്കാണ്. കേട്ടതാണ് നിന്റെ മറുപടിയാ പറയുന്നതൊക്കെ പറയുന്നത്. അതൊരു തരം വൃത്തികേടാണ്. ഞാൻ പഠിച്ചത് ഇവിടെ വന്നിട്ട് പാലിച്ച് ഈ കോൺക്ലേവിൽ അവര് ചെയ്യട്ടെ, അവര് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. ഇയാളെ സംബന്ധിച്ച് ഇയാൾക്കൊരു ചോദ്യം ചോദിക്കാം, ഇയാൾക്കൊരു സംശയം ചോദിക്കാം. അതാണ് ചെയ്യേണ്ടത്. മറ്റു മതത്തിൽ നിന്നുള്ളവര് താങ്കൾ തന്നെ വിശ്വാസികളുടെ ഇത് ചെയ്തിട്ടാണ് ഞങ്ങളുടെയൊക്കെ മാറ്റിക്കോ. അപ്പൊ 100 സാഹിബിന് മനസ്സിലായില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പലരുടെയും അഭിപ്രായങ്ങളിൽ നിന്ന് രൂപീകരിച്ച ഒരു അഭിപ്രായം, ആ അഭിപ്രായം നിങ്ങൾ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യുന്ന എന്താണ്? ഞാൻ മറുപടി പറയട്ടാ. അത് നിങ്ങളാണോ പ്രസന്റ് ചെയ്തത്? 100 അല്ലേ പ്രസന്റ് ചെയ്തത്? അദ്ദേഹം പറയട്ടെ.